21 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരു മനുഷ്യൻ. പോലീസ് അദ്ദേഹത്തെ ബലമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആയിരക്കണക്കിന് ആൾക്കാർ തെരുവിൽ. ലാത്തി ചാർജ്, ടിയർ ഗ്യാസ്. ഇത് സിനിമയല്ല, മറിച്ച് ഇതിപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന യഥാർത്ഥമായ സംഭവമാണ്. ഇതിപ്പോഴും അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മൾക്കിടയിലുണ്ട്. സോ വെൽക്കം ടു ബിഹൈൻഡ് ദ ഹെഡ്ലൈൻ വിത്ത് അഞ്ജന. 2026 ജൂൺ 6 മുതൽ ഡൽഹി ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ SFI, AISA, AISF പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ചേർന്ന് പ്രതിഷേധിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് അവരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. ഈ പ്രതിഷേധത്തിന് തക്കതായ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നീറ്റ് എക്സാം. മെഡിക്കൽ പ്രവേശനത്തിനുള്ള ഈ ദേശീയ പരീക്ഷ ഏകദേശം 20 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതി. 1.3 ലക്ഷം സീറ്റുകൾക്ക് വേണ്ടി മാത്രം. പരീക്ഷ നടത്തി അല്പ ദിവസത്തിനകം ചോദ്യപേപ്പർ ലീക്കായി എന്ന വാർത്തയെ തുടർന്ന് പരീക്ഷ റദ്ദാക്കി. രണ്ടാമത്തെ കാരണം CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിലെ ക്രമക്കേടുകൾ. ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ചു. മൂന്നാമത്തെ കാരണം ഇത് വളരെ ദുഃഖകരമാണ്. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ഒരുപാട് നാൾ കഠിനാധ്വാനം ചെയ്ത വിദ്യാർത്ഥികൾ ചിലർ ആത്മഹത്യ ചെയ്തു. ഇതാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന്റെ മുഖ്യ കാരണം. നാലാമത്തെ കാരണം തൊഴിലില്ലായ്മ. 25 വയസ്സിന് താഴെയുള്ള ബിരുദധാരികളിൽ 40% പേർക്കും ജോലി ഇല്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. അഞ്ചാമത്തെ കാരണം ലഡാക്കിന്റെ ഭരണഘടനാപരമായുള്ള പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകൾ വേഗത്തിലാക്കുക എന്ന സോനം വാങ്ചുക്കിന്റെ ആവശ്യവും ഈ സമരത്തിലൂടെ അദ്ദേഹം ആവശ്യപ്പെട്ടു. CJP സ്ഥാപകൻ പറഞ്ഞത് ഇതാണ്: നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ സിസ്റ്റം നിങ്ങളുടെ വിരൽത്തുമ്പിൽ വന്ന് നൃത്തം ചെയ്യും. പാവപ്പെട്ടവനാണെങ്കിൽ ആരും സഹായത്തിനില്ല. ജൂൺ 28-ന് സോനം വാങ്ചുങ് ഈ പ്രതിഷേധത്തിൽ ചേർന്ന് അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. ഏകദേശം 3 ആഴ്ചത്തെ നിരാഹാരത്തിൽ അദ്ദേഹത്തിന് ഏകദേശം 9 കിലോയോളം ഭാരമാണ് കുറഞ്ഞത്. ജൂലൈ 19-ന് പോലീസ് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം ആശുപത്രിയിലേക്ക് മാറ്റി. ജൂലൈ 20-ന് ആയിരക്കണക്കിന് പേർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ചു. അധികൃതർ മൊബൈൽ ഇന്റർനെറ്റുകൾ വിച്ഛേദിച്ചു, ബാരിക്കേഡുകൾ വെച്ചു, മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. പോലീസുകാർ ലാത്തി ചാർജും ടിയർ ഗ്യാസും ഉപയോഗിച്ചു. ഏകദേശം 180 പേർക്ക് പരിക്കേറ്റു. 118 പോലീസുകാരും 60 പ്രതിഷേധകരും. പോലീസ് ബലപ്രയോഗം നിഷേധിച്ചെങ്കിലും ടിയർ ഗ്യാസും ലാത്തി ചാർജും നേരിട്ട് കണ്ടത് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തു. ജൂലൈ 22 വരെ 4 ആഴ്ചയിലധികമായി ഈ പ്രതിഷേധം തുടരുന്നു. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ വസതിക്ക് മുൻപിലും മുംബൈയിലും ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടന്നു. CJP സ്ഥാപകൻ പോലീസ് നടപടിയെ ക്രൂരവും തിന്മയും എന്ന് വിശേഷിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ വിസമ്മതിച്ചു. പ്രതിഷേധകരെ തീവ്രവാദികളുടെ B ടീം എന്ന് വിശേഷിപ്പിച്ചു. CJP ഇത് നിഷേധിച്ചു. നമ്മൾ എല്ലാവരും പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷെ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അത് സംശയമാണ്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.